അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 വ്യാഴാഴ്ച. രാജ്യം ഇന്ന് ഗാന്ധി ജയന്തിയും വിജയദശമിയും ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. ഗാന്ധിജിയുടെ അഹിംസാത്മക പ്രത്യയശാസ്ത്രം മൂലമാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി മാറിയത്. അതേസമയം രാജ്യം നവരാത്രി ആഘോഷ നിറവിൽ കൂടിയാണ്. ഇന്ന് വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും തുടർന്ന് കുട്ടികളുടെ വിദ്യാരംഭവും നടക്കും. ഇതിനായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളും മറ്റും വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ഗാന്ധി ജയന്തി വിജയദശമി ആശംസകൾ. ഇസ്രായേലിലെ സയനിസ്റ്റും ഇന്ത്യയിലെ RSSും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിനീതദാസനാണ്. ഇന്ത്യയ്ക്ക് നേരെ ട്രംപ് താരിഫ് ഉയർത്തിയപ്പോഴും മോദി പ്രതികരിച്ചില്ലെന്നും ആത്മാഭിമാനമുള്ള രാഷ്ട്രമാണെങ്കിൽ ചോര തിളക്കുമെന്നും പിണറായി കുറ്റപ്പെടുത്തി. തലശ്ശേരിയിൽ നടന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത 100 രൂപയുടെ നാണയവും പ്രത്യേക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാദ്യമായാണ് ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കുന്നത്. ഭാരതാംബയ്ക്കും RSSന്റെ ഒരു നൂറ്റാണ്ടു നീണ്ട സേവനത്തിന്റെയും സമർപ്പണ ബോധത്തിന്റെയും യാത്രയ്ക്കും നൽകുന്ന അഭിമാനകരമായ ആദരമാണ് ഈ നിമിഷമെന്ന് മോദി വിശേഷിപ്പിച്ചു. RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുന്നത് പരിഗണിക്കണമെന്ന് BJP നേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗം തലവനുമായ ജമാൽ സിദ്ദിഖി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഇക്കാര്യം ആവശ്യപ്പെട്ട് സിദ്ദിഖി കത്തെഴുതി. RSSന്റെ 100ാം വാർഷികത്തിൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനയെ അപമാനിക്കുന്ന നടപടിയാണിതെന്ന് മുഖ്യമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. വയനാട് പുനർനിർമ്മാണത്തിന് സഹായം അനുവദിച്ച് കേന്ദ്രം 260.56 കോടി രൂപയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അനുവദിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. അസമിന് 1270.78 കോടിയും അനുവദിച്ചിട്ടുണ്ട്. 9 സംസ്ഥാനങ്ങൾക്കായി ആകെ 4645.60 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ CPI. ജനങ്ങളെ പരിഹസിക്കുന്ന കേന്ദ്രമന്ത്രിയെ തിരുത്താൻ എന്തുകൊണ്ട് BJP തയ്യാറാകുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു. എയിംസ് വിവാദമാക്കുന്നതിലൂടെ കേരളത്തിന് എയിംസ് നഷ്ടമാകാനാണ് സാധ്യതയെന്നും LDF രാഷ്ട്രീയം ശരിയാണെന്നും പക്ഷേ CPI ആരുടെയും B ടീം അല്ലെന്നും ബിനോയ് വിശ്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിജയദശമിയുടെ ഭാഗമായി എറണാകുളം പള്ളിക്കരയിൽ RSS പദസഞ്ചലനത്തിൽ പങ്കെടുത്ത് മുൻ DGP ജേക്കബ് തോമസ്. RSS ഗണവേഷത്തിലാണ് ജേക്കബ് തോമസ് പങ്കെടുത്തത്. RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനാകുകയാണെന്ന് ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഓരോ വ്യക്തിയും ശക്തി ആർജിക്കുകയാണ് RSS ലക്ഷ്യമെന്നും RSSന് മതമോ പ്രാദേശികതയോ ഇല്ലെന്നും ജേക്കബ് തോമസ് അധ്യക്ഷ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മന്ത്രി VN വാസവനും ഗവർണറും. SNDP യോഗം ശിവഗിരി യൂണിയൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഇരുവരും വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത്. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് മന്ത്രി VN വാസവൻ ചടങ്ങിൽ പറഞ്ഞു. ഇങ്ങനെ ഒരു നേതാവിനെ മറ്റൊരു സംഘടനയിലും കാണാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ക്രിമിനൽ കേസ് പ്രതികളായാൽ അഡ്മിഷനില്ലെന്ന തീരുമാനവുമായി കേരള VC. വിഷയത്തിൽ കോളേജുകൾക്ക് VC മോഹൻ കുന്നുമൽ സർക്കുലർ അയച്ചിരിക്കുകയാണ്. പ്രവേശനം തേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറിലുണ്ട്. കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകരുതെന്ന് കേരള സർവകലാശാല VC
ഡോക്ടർ മോഹൻ കുന്നമലിന്റെ സർക്കുലറിനെതിരെ SFI. ചരിത്ര നിഷേധ ഉത്തരവുകൾ പൊതുജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് PS പ്രതികരിച്ചു. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും സഞ്ജീവ് വ്യക്തമാക്കി. Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ഇന്നലെ അടിവാരം മുതൽ ലക്കിടി വരെ രൂക്ഷമായ ഗതാഗത കുരുക്കായിരുന്നു അനുഭവപ്പെട്ടത്. തുടർച്ചയായ അവധി ദിവസങ്ങളും ദസറ ആഘോഷത്തിനായി മൈസൂരുവിലേക്ക് പോകുന്നവരും കൂടിയായപ്പോൾ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. യാത്രക്കാർ കൃത്യമായ ഗതാഗത നിയമം പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. വയനാട്ടിൽ നിന്ന് ആശുപത്രി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ ആവശ്യങ്ങൾക്കടക്കം പോകുന്നവർ നേരത്തെ ഇറങ്ങണമെന്നും യാത്രക്കാർ വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതണമെന്നും ചുരം സംരക്ഷണ സമിതിയും പോലീസും അറിയിച്ചു. KSRTC ബസ് തടഞ്ഞു നിർത്തി മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. കൊല്ലം ആയൂരിൽ വച്ചായിരുന്നു സംഭവം. ബസിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കണ്ടതോടെ ഔദ്യോഗിക വാഹനത്തിൽ മന്ത്രി പിന്നാലെ എത്തുകയായിരുന്നു. ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് CMDയുടെ നോട്ടീസുണ്ടെന്നും ഡ്രൈവർക്കും കണ്ടക്ടർക്കും എതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് റോഡ് കയ്യേറി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അടപ്പിച്ച് പോലീസ്. കോട്ടൺ ഹിൽ, വെള്ളയമ്പലം, ശാസ്തമംഗലം ഭാഗത്തെ തട്ടുകടകളാണ് അടപ്പിച്ചത്. റോഡിലേക്ക് ഇറക്കിയാണ് ഈ കടകൾ കെട്ടിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. കോട്ടൺ ഹിൽ റോഡിൽ 20ഓളം കടകൾ അടപ്പിച്ചു. ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഇന്ന് ചില കടകൾക്ക് 11 മണിവരെ പ്രവർത്തിക്കാൻ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രതിഷേധവുമായി മുന്നോട്ടു പോകുകയാണ് തട്ടുകടക്കാർ. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ ആവശ്യം തള്ളി മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കുറുക്കോളി മൊയ്തീൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ TVK അധ്യക്ഷൻ വിജയ് അവഗണിച്ചതായി റിപ്പോർട്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെ അമിത്ഷാ വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നാണ് സൂചന. ദുരന്തത്തിന്റെ പിറ്റേന്ന് അമിത്ഷായുടെ ഓഫീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും ഫോൺ സംഭാഷണത്തിന് വഴിയൊരുക്കാൻ ആവശ്യപ്പെട്ടെന്നും എന്നാൽ സംസാരിക്കാൻ താൽപര്യമില്ലെന്ന് വിജയ് പറഞ്ഞു എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പേസ് മേക്കർ ഘടിപ്പിച്ചു. പനിയും ശ്വാസതടസ്സവും കാരണം ഖാർഗെയെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഹൃദയമിടിപ്പിൽ നേരിയ വ്യത്യാസം കണ്ടതിനെ തുടർന്നാണ് പേസ് മേക്കർ ഘടിപ്പിച്ചത്. കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിൽ 5 വർഷം പൂർത്തിയാക്കുമെന്ന് സിദ്ധരാമയ്യ. കാലാവധി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. ചൈതന്യാനന്ദയെയും പിടിയിലായ 2 വനിതാ കൂട്ടാളികളെയും സ്ഥാപനത്തിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇവർ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണെന്നാണ് സൂചന. ഇന്നലെ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നും നിരവധി CDകളും കണ്ടെടുത്തു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. UN സമാധാന സേനയുടെ ഭാഗമായുള്ള 30 രാജ്യങ്ങളുടെ കരസേനാ മേധാവിമാരുടെ കോൺക്ലേവിന് ഇന്ത്യ വേദിയാകുന്നു. ഈ മാസം 14 മുതൽ 2 ദിവസമാണ് പരിപാടി നടക്കുക. ഇന്ത്യൻ കരസേനയുടെ ആഗോള സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി ഇന്ത്യയിൽ നടക്കുന്നതെന്ന് കരസേനാ ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ പറഞ്ഞു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രധാനപ്പെട്ട ഉച്ചകോടിക്കാണ് ഈ മാസം രാജ്യം വേദിയാകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ പ്രധാന പങ്കാളിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത 3% വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈ തീരുമാനം നടപ്പാക്കുമെന്ന്
കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ക്ഷാമബത്ത വർധനയിലൂടെ ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ആനുകൂല്യം ലഭിക്കും. പാകിസ്ഥാനിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പാകിസ്ഥാൻ ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് പെട്രോളിന് ലിറ്ററിന് 4.7 രൂപയും ഹൈസ്പീഡ് ഡീസലിന് 4.4 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പെട്രോൾ വില ലിറ്ററിന് 268.68 രൂപയായി. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ സർക്കാരിനെതിരെ വ്യാപകമായ പൊതുജനരോഷം ഉയർന്നിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഡിസംബർ 5, 6 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യത. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇത് ഇന്ത്യയിലേക്കുള്ള പുടിന്റെ ആദ്യ യാത്രയായിരിക്കും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി ക്രെംലിൻ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും തീയതികൾ അന്തിമമായി തീരുമാനിച്ചിരുന്നില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതിക്ക് പിന്തുണ നൽകിയ മുസ്ലിം പങ്കാളികൾക്ക് കനത്ത തിരിച്ചടി. മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷകരായി സ്വയം അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ സദുദ്ദേശത്തോടെയാണ് ഇതിന് പിന്തുണ നൽകിയതെങ്കിലും അറബ് ഇസ്ലാമിക ലോകത്തെ നേതാക്കൾ ഇപ്പോൾ കടുത്ത വിമർശനമാണ് നേരിടുന്നത്. പലസ്തീൻ പ്രശ്നത്തിന്റെ ഒറ്റുകാർ എന്നും ചതിച്ചവർ എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവർ മുദ്രകുത്തപ്പെടുന്നത്. ഖത്തറിനെ സംരക്ഷിക്കാൻ അമേരിക്ക സൈനിക നടപടി ഉൾപ്പെടെ എല്ലാ നടപടികളും ഉപയോഗിക്കുന്നു എന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസ യുദ്ധം സംബന്ധിച്ച് ഇസ്രായേലുമായി വെടിനിർത്തൽ അംഗീകരിക്കുന്നത് പരിഗണിക്കുന്നതിനിടെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്നാണ് അമേരിക്കൻ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. ഖത്തറിന് അമേരിക്കയുടെ പിന്തുണ ഉറപ്പു നൽകാനുള്ള ട്രംപിന്റെ മറ്റൊരു നടപടിയായിട്ടാണ് ഉത്തരവ് വിലയിരുത്തപ്പെടുന്നത്. ഒമാനിൽ കുപ്പിവെള്ളത്തിൽ നിന്ന് വിഷബാധയേറ്റ് 2 പേർ മരിച്ചു. ഇറാനിൽ നിന്നുള്ള യുറേനസ് സ്റ്റാർ എന്ന കമ്പനിയുടേതാണ് കുപ്പിവെള്ളം. പരിശോധനയിൽ വെള്ളം മലിനമാണെന്ന് കണ്ടെത്തി. ഒരു ഒമാൻ പൌരനും ഒരു പ്രവാസി സ്ത്രീയുമാണ് മരിച്ചതെന്ന് റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചു. ഏഷ്യ കപ്പ് സമ്മാനദാന ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കു ശേഷം ആദ്യമായി പ്രതികരിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹസിൻ നഖ്വി. ACC പ്രസിഡന്റ് എന്ന നിലയിൽ ആ ദിവസം തന്നെ ട്രോഫി കൈമാറാൻ താൻ തയ്യാറായിരുന്നുവെന്നും ഇപ്പോഴും തയ്യാറാണെന്നും അവർക്കത് ശരിക്കും വേണമെങ്കിൽ ACC ഓഫീസിൽ വന്ന് തന്റെ പക്കൽ നിന്ന് അത് കൈപ്പറ്റാൻ ഇന്ത്യൻ ടീമിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും നഖ്വി പറഞ്ഞു. അതേസമയം ചൊവ്വാഴ്ച നടന്ന ACC വെർച്വൽ യോഗത്തിൽ BCCI പ്രതിനിധികളോട് താൻ ക്ഷമാപണം നടത്തിയെന്ന മാധ്യമ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തന്നെ ഒരിക്കലും ക്ഷമാപണം നടത്തില്ലെന്നുമാണ് നഖ്വി പറഞ്ഞത്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കമാകും. രാവിലെ 9:30ക്കാണ് കളി തുടങ്ങുക. ശുഭ്മാൻ ഗില്ലിന് കീഴിൽ സ്വന്തം നാട്ടിൽ ഇന്ത്യ ആദ്യ പരമ്പര നേട്ടം ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരാകുകയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അശ്വിനും. മൂവരുമില്ലാതെ ഇന്ത്യ ഹോം ഗ്രൌണ്ടിൽ ടെസ്റ്റിനിറങ്ങുന്നത് 1.5 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ്. ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പേസ് ജോഡിക്കൊപ്പം പ്രസിദ്ധ കൃഷ്ണയും കളത്തിലിറങ്ങിയേക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.